ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ഐസ്ക്രീമുമായിട്ടാണ്. അതായത് കുൽഫി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. വീടുകളിൽ എങ്ങനെ കുൽഫി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച്, അതായത് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായി ചൂടായി. വെള്ളം ചേർക്കാതെ തന്നെ നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനിയൊരു നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. അതായത് അര ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലിവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, പാലും പഞ്ചസാരയും. ഇനി ഇതിലേക്ക് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കൊരു ജാറിലേക്ക് കുറച്ച് നിലക്കടലയും ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിക്കാൻ പാടില്ല. ഞാൻ തന്നെ ചെയ്ത് കുറച്ച് പൊടിഞ്ഞു പോയി, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പൊടിക്കാൻ പാടില്ല. കണ്ടില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 5 രൂപയുടെ ഒരു ബൂസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിർബന്ധമില്ല. ഞാനിവിടെ ഒരു 5 രൂപയുടെ ബൂസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഓരോ ഗ്ലാസ് എടുത്ത്, അത് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുപ്പി ഗ്ലാസ്സാണ് ഏറ്റവും തന്നെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും കുപ്പി ഗ്ലാസ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഓരോ ഗ്ലാസ്സിലേക്കും നമ്മളിതിൽ പാകത്തിന് ഇത് ഒഴിച്ച് കൊടുക്കാം, നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതിനെ പൊതിയണം. കണ്ടില്ലേ, ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം കത്തി ഉപയോഗിച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റിക്ക് ഞാനൊരു മുളയുടെ കഷ്ണം ഉപയോഗിച്ച് ചീകി എടുത്തതാണ്. നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ബെറ്ററാണത്. ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. എന്നതിന് ശേഷം എടുത്തതാണ് കാണുന്നത്. കണ്ടോ,
നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കുൽഫി. കണ്ടില്ലേ? അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.